കണ്ണൂരിലെ ഇടനാടൻ കുന്നുകളിലും കാവുകളിലും നീലാഞ്ജന വസന്തം. പതിവ് സൗന്ദര്യമില്ലെങ്കിലും ഇത്തവണയും മെയ് മാസത്തോടെ കായാമ്പൂവെന്നറിയപ്പെടുന്ന നീലാഞ്ജനം പൂത്തു. പുരാണങ്ങളിലും കവിതകളിലും പരാമർശിച്ചു മാത്രം അറിവുള്ള ഈ വർണ്ണവിസ്മയം കാണാൻ നിരവധി പേരാണെത്തുന്നത്. ശ്രീകൃഷ്ണന്റെ നിറം കായാമ്പൂവിൻ്റെതാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിലാണ് കായാമ്പൂ പൂക്കുക. ആരെയും ആകർഷിക്കുന്നതാണ് കായാമ്പൂ പൂക്കളുടെയും മൊട്ടുകളുടെയും സൗന്ദര്യം. കാലാവസ്ഥാ വ്യതിയാനം ഈ ചെടിയെ ഇത്തവണ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇടനാടൻ ചെങ്കൽ കുന്നുകളിൽ ഒരു കാലത്ത് സമൃദ്ധമായി വളർന്നിരുന്ന ചെടിയാണ് കായാമ്പൂവെന്നാണ് സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മനോഹരമായ കൃഷ്ണവർണ്ണത്തിൽ ഓരോ മുട്ടിലും പൂ പിടിച്ചു നിൽക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ പൂക്കൾക്ക് ഈ പ്രാവശ്യം സ്വതവേയുള്ള ഭംഗി കാണുന്നില്ല. ഒരു കാലത്ത് ചെങ്കൽ കുന്നുകളിൽ സമൃദ്ധമായി വളർന്നിരുന്ന ഈ ചെടി ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. കാരണം കുന്നുകളുടെ നാശം തന്നെ. എന്നാൽ പുതുതലമുറയ്ക്ക് ഇത് കേട്ടുകേൾവി മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിനകത്തെ അലൂമിനിയത്തിന്റെ അംശമുള്ളിടത്താണ് ഈ ചെടി വളരുന്നത്. അർദ്ധനിത്യഹരിത വനങ്ങളിലാണ് കായാമ്പൂ ചെടി കാണുക. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ചെടിയിൽ പൂക്കൾ വിരിയുന്നത്. കവിതകളിലും ചലച്ചിത്ര ഗാനങ്ങളിലും മാത്രം കേട്ട് പരിചയമുള്ള കായാമ്പൂവിനെ ശ്രീകൃഷ്ണനോടും കാമിനിമാരുടെ കണ്ണുകളോടും കവികൾ ഉപമിച്ചിട്ടുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഔഷധ പ്രധാനമാണ് കായാമ്പൂ ചെടി. ഉന്മേഷത്തിനും പ്രതിരോധശേഷിക്കും കായാമ്പൂവിന്റെ ഇലയും വേരും പഴവുമൊക്കെ സേവിക്കുന്നത് പതിവുണ്ട്. ആദിവാസികളിലെ കാട്ടുനായ്ക്ക വിഭാഗം ഭക്ഷണമില്ലാതെ അലയുമ്പോൾ കായാമ്പൂവില ചവച്ചു തിന്ന് പട്ടിണി മാറ്റാറുണ്ട്. മുൻകാലങ്ങളിൽ ഇലയുടെ നീരും ചെറുതേനും ചേർത്ത് ഉപയോഗിച്ചിരുന്നതായി ആയുർവേദ വൈദ്യന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ കുന്നുകളുടെ നാശമാണ് ഈ ചെടിക്ക് ഭീഷണിയാകുന്നത്. ETV ഭാരത്, കണ്ണൂർ.